ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ പ്രാചീനത കൊണ്ടും പ്രശസ്തി കൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വിസ്തൃതിയിലും വാസ്തു കരകൗശലം നിറഞ്ഞ നിർമ്മാണ ഭംഗി കൊണ്ടും ആകർഷണീയമായ ഈ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട്. ഈ പ്രദേശത്ത് പടർന്നു പിടിച്ച പകർച്ചവ്യാധി നിർവ്വാരണത്തിനായി കൊടുങ്ങല്ലൂർ ഭഗവതിയെ സങ്കല്പിച്ച് ഭദ്രകാളി രൂപം വരച്ച് കളമെഴുത്തും പാട്ടും നടത്തിയ ശേഷമാണ് ഈ രോഗശമനം ഉണ്ടായതെന്നാണ് വിശ്വാസം. ഈ കളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 64 കൈകളുള്ള ദേവീ രൂപമാണ് ഇതിൽ വരച്ചിരിക്കുന്നത്. ഈ 64 കൈകളിലും ശംഖ്, ചക്രം, ഗദ, പദ്മം, കുന്തം, സുദർശനചക്രം, അർദ്ധചന്ദ്രം, അങ്ങനെ താമര, വീണ, മാൻ, മണി, അങ്ങനെ പല ഇതും കൈകളിൽ ധരിച്ചിട്ടുള്ള ഒരു രൂപമാണ്. വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധിച്ച് ആ ദേശത്തുള്ള ആളുകൾ താലപ്പൊലിയുമായിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്.